നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഓം നമോ നാരായണായ. ദശകം 81. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു ദശകമാണ് ഇത്. ഒന്നാമത്തെ ശ്ലോകം. ഭഗവാൻ സത്യഭാമയോടു കൂടിയിട്ട് പാഞ്ചാലദേശത്ത് ദ്രൗപദിയുടെ വിവാഹ ഉത്സവത്തിനായിട്ട് പോവുന്നതാണ് പറയുന്നത്. സ്നിഗ്ധാം മുഗ്ധാം സതതമപി താം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാക് ആസ്ഥിതഃ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായ ആഗതഃ അഭൂഃ. സ്നിഗ്ധാം സ്നിഗ്ധ സ്നേഹശീലയും മുഗ്ധാം ലജ്ജാവതിയുമായിട്ടുള്ള താം ആ സത്യഭാമാം സത്യഭാമയെ സതതം അപി അങ്ങ് എപ്പോഴും ലാളയൻ ഓമനിച്ചു പോന്നു. പിന്നീട് ഭൂയഃ പിന്നീട് തയാ സഹ ആ സത്യഭാമയോടു കൂടി സഹ ഖലു കൂടിത്തന്നെ സത്യഭാമയോടുകൂടി തന്നെ യാജ്ഞസേനീ വിവാഹം ദ്രൗപദിയുടെ വിവാഹത്തിനായിട്ട് യാതഃ അങ്ങ് പാഞ്ചാല നഗരത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ച് അർജുനൻ വിവാഹം കഴിച്ചു. പുനഃ അഭി പാർത്ഥപ്രീത്यै ആ പാർത്ഥന്മാരുടെ, പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ മാത്രമല്ല, പൃഥയുടെ മക്കളായിട്ടുള്ള 3 പേരും പാർത്ഥന്മാരാണ്. പക്ഷെ പറഞ്ഞ് നമ്മൾ അർജുനനെയാണ് പാർത്ഥൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ പാർത്ഥനായിട്ടുള്ള അർജുനന്റെയും മറ്റുള്ളവരുടെയും അങ്ങനെ എല്ലാ കൗന്ദേയന്മാരുടെയും പ്രീത്यै ഇഷ്ടത്തിനു വേണ്ടി അങ്ങ് ഹസ്തിനപുരിയിൽ മനാക് കുറച്ചുനാൾ ആസ്ഥിതഃ അങ്ങ് അവിടെ താമസിച്ചു. അതിനുശേഷം ഈ ഹസ്തിനപുരിയിൽ കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുമിച്ച് താമസിക്കുന്നത് ഉചിതമല്ല എന്നൊരു അഭിപ്രായം ധൃതരാഷ്ട്രർക്കും വിതുരർക്കും ഭീഷ്മർക്കും ഒക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഹസ്തിനപുരിയെ 2 ഭാഗിച്ചിട്ട് ഖാണ്ഡവപ്രസ്ഥം എന്നൊരു സ്ഥലം, ആ ഭാഗം യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും ഭരിക്കാനായിട്ട് അങ്ങനെ കൊടുത്തു. അവിടെ ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശമനുസരിച്ചിട്ട് ഇന്ദ്രൻ വിശ്വകർമാവിനെ കൊണ്ടുവന്ന് അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നഗരം ഉണ്ടാക്കി.
അതാണ് ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, ശക്രപ്രസ്ഥം. ശക്രൻ ഇന്ദ്രൻ. ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ശക്രപ്രസ്ഥം, ആ ഇന്ദ്രപ്രസ്ഥം എന്ന പുരം, ആ ഒരു നഗരം തന്നെ സംവിധായ, അങ്ങ് അതിനെ എല്ലാ വിധത്തിലുള്ള നിർദ്ദേശവും കൊടുത്ത് അതിൻ്റെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചിട്ട് പിന്നീട് അങ്ങനെ കുറച്ചു നാൾ അവരുടെ കൂടെ നിന്നതിന് ശേഷം ആഗതഹ അഭൂഹോ, അങ്ങ് ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ഇപ്പൊ കഴിഞ്ഞ ദശകത്തിൽ കണ്ടിരുന്നു, അരക്കില്ലത്തിൽ വെച്ച് ആ കുന്തിയും മക്കളും വെന്തു വെണ്ണീറായി എന്ന് കേട്ട് ഭഗവാൻ അത് കേട്ടിട്ട് ഹസ്തിനപുരിയിൽ പോയിരുന്നു. പക്ഷെ ഭഗവാൻ അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വിതുരരുടെ സഹായത്തോടെ അവർ അതിനു മുമ്പേ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനുവേണ്ടി ഒരു തുരങ്കം നിർമ്മിച്ച് അതിലൂടെ അവർ 5 പേരും രക്ഷപ്പെട്ടിരുന്നു. കുന്തിയും മക്കളും രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ഇവർ മരിച്ചു എന്ന ചിന്ത അല്ലെങ്കിൽ ആ ഒരു വാർത്ത പരന്നതിനാൽ തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും കൊല്ലാനുള്ള പദ്ധതിയിടും എന്നതിനാൽ അവർ ബ്രാഹ്മണന്മാരായിട്ട് വേഷം മാറി അങ്ങനെ പല നഗരങ്ങളിലായിട്ട് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാഞ്ചാല ദേശത്ത് ദ്രൗപദിയുടെ വിവാഹ ഉത്സവം, സ്വയംവരം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ഇവരെല്ലാവരും 5 മക്കളും അങ്ങോട്ടേക്ക് പോയതും അങ്ങനെ അർജുനൻ ആ മത്സര പരീക്ഷ ജയിച്ച് ദ്രൗപദിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിന്നീട് കൗരവരും അല്ലെങ്കിൽ ഈ ഹസ്തിനപുരിയിലുള്ള എല്ലാവരും അറിഞ്ഞു വന്നത് അർജുനനാണ്, അല്ലെങ്കിൽ അർജുനനായിരുന്നു ദ്രൗപദിയെ വിവാഹം കഴിച്ചത്. അവരാരും മരിച്ചിട്ടില്ലായിരുന്നു. ഇതറിഞ്ഞപ്പോൾ വീണ്ടും വിതുരരും ഭീഷ്മരുമൊക്കെ അവരെ വീണ്ടും ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ധൃതരാഷ്ട്രക്ക് വേറെ വഴിയില്ല, ദുര്യോധനാദികൾക്ക് എതിർപ്പുണ്ടെങ്കിലും അങ്ങനെ അവരെ വീണ്ടും ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ വിവാഹ ഉത്സവത്തിന് അവിടെ എത്തിയ ഭഗവാൻ സത്യഭാമയോടുകൂടിയാണ് അവിടെ എത്തിയത്. അങ്ങനെ ഈ പാണ്ഡവന്മാരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ട് ഭഗവാൻ കുറച്ചുനാൾ ഹസ്തിനാപുരിയിൽ താമസിച്ചു. ഇതിനിടയിൽ ഇവർ 2 പേരും ഒരേ കൊട്ടാരത്തിൽ താമസിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. വീണ്ടും ഇനി എന്തെങ്കിലും ചതിപ്രയോഗങ്ങൾ ഉണ്ടായെങ്കിലോ എന്നുള്ള പേടി എല്ലാവർക്കുമുണ്ട്. അതിനാൽ തന്നെ രാജ്യം 2ആയി പകുത്തിട്ട് ഖാണ്ഡവപ്രസ്ഥം എന്ന ഒരു രാജ്യം യുധിഷ്ഠിരനും പാണ്ഡവർക്കും അങ്ങനെ കൊടുത്തിട്ട് അവർ അങ്ങോട്ടേക്ക് താമസം മാറി. അങ്ങനെ അവർക്ക് അവിടെ ഒരു നഗരം നിർമ്മിക്കാൻ ഭഗവാനാണ് എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തത്. അങ്ങനെ ഇന്ദ്രൻ വഴി വിശ്വകർമാവ് വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു നഗരം അവിടെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇന്ദ്രപ്രസ്ഥം. ഇന്നും നമുക്കറിയാം ഇന്ദ്രപ്രസ്ഥം എന്നാൽ ഇന്നത്തെ ന്യൂഡൽഹിയാണ്. ഇന്നും ഭാരതത്തിന്റെ തലസ്ഥാനമായിട്ട് ആ ഇന്ദ്രപ്രസ്ഥം തന്നെയാണ് എന്നത് തന്നെ ആ സ്ഥലത്തിന്റെ ഒരു മാഹാത്മ്യം, ആ ഒരു പ്രാധാന്യം അത്രയും ഉണ്ട് എന്നാണ് അതിനർത്ഥം. കാരണം അന്നേ ഇന്ദ്രപ്രസ്ഥം അവിടെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു നഗരമായിരുന്നു. അങ്ങനെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ചുനാൾ അവരുടെ കൂടെ താമസിച്ചിട്ട് ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് മടങ്ങി വന്നു. ദശകം 81. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സ്നിഗ്ധാം മുഗ്ധാം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയ സഖ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരഭിമനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭോ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹത്തുക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയൊക്കെ സ്മരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനെയും പട്ടതിരിപ്പാടിനെയും വേദവ്യാസ മഹർഷിയെയും നമസ്കരിക്കുന്നു. കുലദേവത, കുടുംബദേവത, പരദേവത ഇവരെയൊക്കെ ഓർമ്മിക്കുന്നു.
രസമായ ഭഗവത് ലീലകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമന്നാരായണീയത്തിലെ 80-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകണം. അതിനു മുമ്പ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ അഖണ്ഡ ഭാരതത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രമായിട്ടുള്ളതായ അവസ്ഥയും ഈശ്വരലീലയുടെ രസകരമായ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇതിലൊക്കെ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുണ്ട്, ഭഗവാന്റെ രസകരമായ ലീലകളുണ്ട്. ഏറ്റവും കൂടുതൽ ഭഗവാൻ അവതാരങ്ങളെടുത്തതും ഏറ്റവും കൂടുതൽ ആത്മീയമായ പോഷണം നേടിയിട്ടുള്ളതായ ഭൂവിഭാഗമാണ് അഖണ്ഡ ഭാരതം. നമ്മളൊക്കെ ആ തരത്തിൽ പറഞ്ഞ ഭാഗ്യവന്മാരാണ്, ഭാഗ്യവതികളാണ്. അതുപോലെ രാമാവതാരത്തിൽ ശ്രീരാമൻ അധികം സഞ്ചരിച്ചതായിട്ട് കാണുന്നില്ല. ശ്രീലങ്കയിൽ പോയി, മിഥിലയിൽ പോയി, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഇവിടെ കൃഷ്ണാവതാരത്തിൽ അങ്ങനെയല്ല. ഭാരതത്തിലെ പല ദിക്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒക്കെ നമുക്കത് കാണാം ഇവിടെ. ആ വലിയൊരു സഞ്ചാരിയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു അധിഷ്ഠാന ദേവത ഭാവം ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുഷ്ടനിഗ്രഹവും ശിഷ്ടപാലനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ 1-ാം ശ്ലോകം ഇത് ഒരു മുഖവുര പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഭാരതത്തിൻ്റെ ആ മഹാത്മ്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇവിടെ സത്യഭാമയുടെ അവസ്ഥ പറയുന്നുണ്ട്. അതിയായ പ്രേമം ഉണ്ട് സത്യഭാമയ്ക്ക് ഭഗവാനിൽ. അതുപോലെ അതിസുന്ദരിയുമാണ്. അധികം കാലമായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് സത്യഭാമയുടെ കൂടെ രസമായിട്ട് പങ്കഴിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെ ലീലകളെ കൊണ്ടും രതിക്രീഡകളെ കൊണ്ടും ഒക്കെ തന്നെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പാഞ്ചാലി സ്വയംവരത്തിൻ്റെ വിവരം ഭഗവാൻ അറിയുന്നത്. പറയുന്നത് പാഞ്ചാലിക്ക് ഭഗവാനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്നൊരു സൂചനയുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരാണ് ഉള്ളത്, ഉണ്ടാകാൻ പോകുന്നത്. അതിലൊരാളാവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് വിവാഹങ്ങളിൽ ഭഗവാൻ പങ്കെടുത്തതായിട്ട് കാണുന്നില്ല അധികമൊന്നും. തനിക്ക് തന്നെ ധാരാളം വിവാഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പാഞ്ചാലിയുള്ളതായ അതിപ്രിയത്വം കൊണ്ട് തന്നെയാണ് പാഞ്ചാലി സ്വയംവരത്തിൽ ഭഗവാൻ പങ്കെടുക്കുന്നത്, അവിടെ പോണതൊക്കെ. അങ്ങനെ പാഞ്ചാലി സ്വയംവരത്തിന് പോണു. അവിടെ പ്രച്ഛന്ന വേഷധാരികളായിട്ട് ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ളതായ പാണ്ഡവന്മാരും വന്നു ചേരുന്നു. പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിസ്തരിച്ച് പാണ്ഡവന്മാർ കാണുന്നത് അവിടെ വച്ചിട്ടാണെന്ന് പറയാറുണ്ട്. ഏതായാലും ഭഗവാന്റെ ഒരു പ്രേരണയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അർജുനന്. അങ്ങനെയാണ് അർജുനൻ പാഞ്ചാലിയെ ലക്ഷ്യം ഭേദിച്ച് വിവാഹം ചെയ്തതും. അമ്മയുടെ നിർദ്ദേശം കൊണ്ട് 5 പേരുടെയും പത്നിയായി തീർന്നു പാഞ്ചാലി. ഓരോ വർഷവും ഓരോ ഭർത്താക്കന്മാരെ കൂടെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ചേർന്ന് പോകണം എന്ന് നാരദ മഹർഷിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങനെ, അതൊരു കഥ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ പാഞ്ചാലി സ്വയംവരത്തിൽ ഭഗവാൻ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുകയാണ് ഇവിടെ. അപ്പോൾ ആ പാഞ്ചാലിയുടെ പാണ്ഡവരിൽ വെച്ച് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളും അതുപോലെ പാഞ്ചാലിക്ക് ഏറ്റവും അധികം ഭക്തിയുള്ളതും ഭഗവാനോടാണ്. വളരെ രസകരമായ ചില കാര്യങ്ങളാണ്. ഏതായാലും പാഞ്ചാലി വിവാഹം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഈ പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം ധൃതരാഷ്ട്രർക്ക് മനസ്സിലാവുകയാണ് ഒരു ബ്രാഹ്മണ വേഷധാരിയായിരിക്കുന്ന ഒരാളാണ് പാഞ്ചാലി വിവാഹം ചെയ്തതെന്നുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അത് പാണ്ഡവരായിരുന്നു, അവർ അജ്ഞാതവാസം കഴിഞ്ഞു. അപ്പോൾ അതറിഞ്ഞ് അജ്ഞാതവാസം കഴിഞ്ഞ ശേഷം ആണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അവരായിട്ടൊരു സമാധാന ഉടമ്പടി പോലെ ഒരു സ്ഥലം കൊടുത്തു അവർക്ക് താമസിക്കാനായിട്ട്. ആ സ്ഥലം ഒരു മൊട്ടക്കുന്നാണ്. കൊടുക്കണമെന്ന കാര്യത്തിൽ മഹാമടിയനാണ് ധൃതരാഷ്ട്രർ. തൻ്റെയാണ് എല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്ന അന്ധനാണ്. അങ്ങനെയാണ്
ഭഗവാൻ ഹസ്തനപുരത്തിൽ വന്നു. വിവാഹത്തിന് ശേഷം അവിടെ കുറച്ചു കാലം താമസിച്ചു. പാണ്ഡവരുടെ സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പാർത്ഥപ്രീതി പുനരവി എന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ചു കാലം മനാഗ് അസ്ഥിതോ ഹസ്തിപുര്യ. അവിടെ വച്ചിട്ടാണ് പിന്നെ ഈ സ്ഥലം ധൃതരാഷ്ട്ര വല്യശം കൊടുക്കുന്നതും. എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ടിരിക്കുമ്പോഴാണ് ഭഗവാനോട് ധർമ്മപുത്രർ പറയുന്നത്, വല്യശൻ സ്ഥലം തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഡൽഹി എന്നറിയുന്ന ആ സ്ഥലത്ത് ആണെന്ന് പറയുക. അവിടെ ഭഗവാൻ പറഞ്ഞു സാരമില്ല, കുറച്ച് സ്ഥലം കിട്ടിയത് തന്നെ അത്ഭുതമാണ്, കൊടുക്കാൻ മടിയുള്ള ആളാണ് ധൃതരാഷ്ട്രർ, ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അവിടെ അതിസുന്ദരമായിട്ടുള്ളതായ ഇന്ദ്രിയങ്ങളെ നല്ലോണം പ്രലോഭിപ്പിക്കുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സഹായത്തോടു കൂടി എന്ന് പറയാം, വിശ്വകർമാവിനെ കൊണ്ടെന്ന് പറയാം. ഏതായാലും അതിസുന്ദരമായൊരു പുരം, ഒരു നഗരം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥം എന്ന് പേരായിട്ട്. ചക്രപ്രസ്ഥം എന്ന് പറഞ്ഞ അതാണ്. അതൊക്കെ സംഘടിപ്പിച്ച് ഭംഗിയാക്കിയ ശേഷം ആണ് ഭഗവാൻ അവിടുന്ന് തിരിച്ചു പോണത് എന്ന് പറയുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെ ചെയ്യുന്നത്, മറ്റവരൊക്കെ നിമിത്തങ്ങളായി തീരുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളതായ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഹസ്തനപുരത്തിൽ താമസിച്ചു. അവർക്ക് പുതിയൊരു നഗരം സൃഷ്ടിച്ചു കൊടുത്തു. അതിന് ഭക്തപരിപാലനത്തിൻ്റെ ഒരു വശം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെ പിൻഭാഗത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ശ്ലോകത്തിൽ ഇത്രയും പറയുന്നുണ്ട്. ഹരിശരണം.